ഞാൻ ഡോക്ടർ ടീനോ സാറ എബ്രഹാം, കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ്, ബോയ് എസ്തെറ്റിക്ക സ്കിൻ ക്ലിനിക്, കൊച്ചി, കോട്ടയം, തൊടുപുഴ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മീസോതെറാപ്പി എന്നൊരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. മീസോതെറാപ്പി മെയിനായിട്ട് നമുക്ക് സ്കിന്നിലും യൂസ് ചെയ്യാം, ഹെയർ ലോസ് ഉള്ള ആൾക്കാരിലും മീസോതെറാപ്പി യൂസ് ചെയ്യാവുന്നതാണ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹെയർ ലോസ് ഉള്ള ആൾക്കാരിലുള്ള മീസോതെറാപ്പിയെ കുറിച്ചിട്ടാണ്. സോ മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും അലട്ടുന്ന ഒരു പ്രോബ്ലമാണ്. മുടി കൊഴിച്ചിലിന് പല കാരണങ്ങൾ കാണാം. മെയിനായിട്ടും ജനറ്റിക് കോസസ്. ജനറ്റിക് എന്ന് പറയുമ്പോൾ ഹെറിഡിറ്ററി ആയിട്ട് ഹെയർ ലോസ് ഉള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരിൽ യൂഷ്വലി ഒരു പാറ്റേൺ ടൈപ്പ് ഓഫ് അലോപേഷ്യാണ് കാണുന്നത്. ലൈക്ക് മെയിൽ പാറ്റേൺ ഹെയർ ലോസ് ആൻഡ് ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ്. ഇത് കൂടാതെ എന്തെങ്കിലും തരത്തിലുള്ള ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്, പോഷകാഹാരക്കുറവുള്ള ആൾക്കാരിലും, അതുപോലെ തന്നെ സ്ട്രെസ് ഒരു ഫാക്ടറാണ്, ഹോർമോണൽ ഇഷ്യൂസ് ഉള്ള ആൾക്കാരിലും എല്ലാം മുടി കൊഴിച്ചിൽ കാണാറുണ്ട്. ഇതിൽ മെയിനായിട്ടും ഒരു പാറ്റേൺ ടൈപ്പ് ഓഫ് അലോപേഷ്യ ഉള്ള ആൾക്കാരിൽ, അല്ലെങ്കിൽ ഒരു ജനറ്റിക് കോസ് കൊണ്ടുണ്ടാകുന്ന അലോപേഷ്യ ഉള്ള ആൾക്കാരിലാണ് മെയിനായിട്ടും മീസോതെറാപ്പി കുറച്ചും കൂടെ ഇഫക്റ്റീവായിട്ട് കാണുന്നത്. സോ മീസോതെറാപ്പിയിൽ മെയിനായിട്ട് 3 കമ്പോണൻസ് ആണുള്ളത്. ഫസ്റ്റ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് മീസോതെറാപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻസ്. അതൊരു കോക്ടെയിൽ ഓഫ് മെഡിസിൻസ് ആണ്. അതിന് മീസോ സൊല്യൂഷൻ എന്നും പറയും. ഈ സൊല്യൂഷൻ നമ്മൾ സൂപ്പർഫിഷ്യൽ ഇഞ്ചെക്ഷൻസ് ആയിട്ട് മെയിൻലി നമ്മുടെ ക്രൗൺ ഏരിയയിൽ നമ്മൾ മൾട്ടിപ്പിൾ ഇഞ്ചെക്ഷൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് കമ്പോണൻറ്റ്. രണ്ടാമത്തെ കമ്പോണൻറ്റ് ഡെർമൽ നീഡ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അത് മൈക്രോ നീഡ്ലിംഗ് പ്രൊസീജിയർ തന്നെയാണ്. ഡെർമാപെൻ പോലത്തെ മെഷീൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു മൈക്രോ ചാനൽസ് ക്രിയേറ്റ് ചെയ്യുകയാണ് സ്കാൽപ്പിൽ. ഈ മൈക്രോ ചാനൽസിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ടോപ്പിക്കലി സീറംസും ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സീറംസും നമ്മൾ അപ്ലൈ ചെയ്യുന്നു. സോ ഈ യൂഷ്വലി നമ്മുടെ സ്കിൻ എന്ന് പറയുന്നൊരു ടഫ് ലെയർ ആണ്. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഷൻസ് അല്ലെങ്കിൽ സീറംസ് ഒന്നും ഫുള്ളി പെനിട്രേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഈ ചെയ്യുന്ന മൈക്രോ നീഡ്ലിംഗ് പ്രൊസീജിയർ വഴി മൈക്രോ ചാനൽസിൽ കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സീറംസും ടോപ്പിക്കലായിട്ടുള്ള ക്രീംസും എല്ലാം അബ്സോർപ്ഷൻ നന്നായിട്ട് നടക്കുകയും അങ്ങനെ ഇത് സ്റ്റെം സെൽസ് ഓഫ് ഹെയറിൻ്റെ സ്റ്റെം സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഹെയർ ഫോളിക്കിളിൻ്റെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് കൂടാതെ നമ്മൾ വേറെ മുടി കൊഴിച്ചിലിന് വേറെ അധികം ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മൾ ടോപ്പിക്കലായിട്ടുള്ള ലോഷൻസ് അല്ലെങ്കിൽ സിറംസ് അപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ ഓറലായിട്ടുള്ള ടാബ്ലറ്റ്സ് കൊടുക്കാറുണ്ട്, ലൈക്ക് ഫിനാസ്റ്ററൈഡ് ടാബ്ലറ്റ് ഓർ ഹെയർ സപ്ലിമെൻറ്റ്സ്. പിന്നെ പ്രൊസീജിയേഴ്സ് അതിൻ്റെ അകത്ത് വരുന്നതാണ് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി, രണ്ടാമതായിട്ട് ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് തെറാപ്പി ആൻഡ് മീസോതെറാപ്പി. ഈ മീസോതെറാപ്പി ഈ ഒരു പ്രൊസീജിയറൽ ഹെയർ ലോസ് ഉള്ള പേഷ്യൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഈ മീസോതെറാപ്പി എന്ന് പറയുന്നത്. മീസോതെറാപ്പി നമ്മൾ സാധാരണ സജസ്റ്റ് ചെയ്യുന്നത് കുറേ നാളുകളായിട്ട് ഹെയർ സപ്ലിമെൻറ്റ്സും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഫാക്ടേഴ്സൊക്കെ അപ്ലൈ ചെയ്തിട്ടും ഇഫക്റ്റ് ഒന്നും ഇല്ലാത്ത ആൾക്കാരിലും, അതുപോലെ തന്നെ പെട്ടെന്നൊരു ഇമ്മീഡിയറ്റ് റിസൾട്ട് വേണ്ടുന്ന ആൾക്കാരിലുമാണ് നമ്മൾ മീസോതെറാപ്പി സജസ്റ്റ് ചെയ്യാറ്. ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു 4 to 6 സിറ്റിങ്സ് പറയും. എവറി 3 to 4 വീക്സ് ഗ്യാപ്പിലായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് പറയുന്നത്. ഇത് ഒരു മൈൽഡ് ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഒരു മൈൽഡ് ഡിസ്കംഫോർട്ട് ഉണ്ടാക്കും ഈ പ്രൊസീജിയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് നമ്മളൊരു 30 to 40 മിനിറ്റ്സ് നമ്മൾ നമ്പിങ് ക്രീം അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഏരിയ ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ 3 കമ്പോണൻറ്റ്സ്, അതായത് സൂപ്പർഫിഷ്യൽ ഇഞ്ചെക്ഷൻസ് നമ്മൾ കൊടുക്കും മീസോ സൊല്യൂഷൻ്റെ, അതിനുശേഷം മൈക്രോ നീഡ്ലിംഗ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ ചെയ്യുന്നു. അതിനുശേഷം ടോപ്പിക്കലായിട്ടുള്ള ലോഷൻസും സിറംസും നമ്മൾ അപ്ലൈ ചെയ്താണ് പേഷ്യൻറ്റിനെ വീട്ടിലേക്ക് വിടുന്നത്. ചെയ്യുന്ന സമയത്ത് ഒരു മൈൽഡ് ഡിസ്കംഫോർട്ട് ഉണ്ടായിരിക്കും. ചില ആൾക്കാരിൽ ഒരു റെഡ്നെസ് അല്ലെങ്കിൽ ഒരു ചെറിയ തടിപ്പ് പോലെ ഉണ്ടാവാം. പക്ഷെ അതൊരു 1 or 2 ഡേയ്സിൽ സബ്സൈഡ് ചെയ്യുന്നു. അടുത്ത സിറ്റിംഗ് ഒരു 3 to 4 വീക്സ് ഗ്യാപ്പിലായിരിക്കും ചെയ്യുന്നത്. ഇതല്ലാതെ തന്നെ നമുക്ക് ഓറലായിട്ടും ടാബ്ലറ്റ്സ് ഇതിൻ്റെ കൂടെ ഒരു സപ്ലിമെൻ്ററി ഇതായിട്ട് നമ്മൾ ഓറൽ ടാബ്ലറ്റ്സും അതുപോലെ തന്നെ ടോപ്പിക്കലി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലോഷൻസും നമ്മൾ കൂടെ കൊടുക്കാറുണ്ട്. പിന്നെ ചില ആൾക്കാരിൽ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ കഴിഞ്ഞ ആൾക്കാരിൽ ഒരു മെയിൻ്റെനൻസ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ മീസോതെറാപ്പി പ്ലാൻ ചെയ്യാറുണ്ട്.